അതായത് ഏത് ഏത് സിനിമയും കാണുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് മ്യൂസിക് ഉണ്ടാവും. അതൊരുപാട് പേരുടെ ശ്രമമാണത്. അപ്പോൾ അതിൽ ഞാൻ 80കളിലെ ഒരു ഗായികയാണ്. ആ സമയത്തുള്ള ഒരുവിധം എല്ലാ ചിത്രങ്ങളിലും എൻ്റെ കുറച്ച് കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പാടാം. അതേതാണ്, ഏത് സിനിമയാണെന്ന് അവിടെ ഇങ്ങോട്ട് നിങ്ങൾ പറയണം. ലാ 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 ഏത് ചിത്രമായത്? യെസ്, വന്ദനം. ഇതൊക്കെ എന്ന് പാടിയെന്നറിയോ? 80കളിൽ പാടിയതാണ്. അടുത്തത് ലാ 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 ചിത്രം. ഇതൊക്കെ ഇപ്പോഴും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഈ ഹമ്മിങ്സ് ഇപ്പോഴും സജീവമാണ്. കാരണം റിംഗ് ടോണായിട്ടും അല്ലാതെ ചില TV മിമിക്രിയിൽ ഒക്കെയാണ്. മിമിക്രി അല്ലെങ്കിൽ ഏതെങ്കിലും തിരുവാതിര അങ്ങനെ ആ ടൈപ്പ് പ്രോഗ്രാമിലൊക്കെ ഇതിങ്ങനെ കേൾക്കുന്നുണ്ട്. ഈ ചിത്രത്തിൽ തന്നെ ക്ലൈമാക്സ് സീനിൽ മോഹൻലാൽ എന്നെ ജീവിക്കാൻ അനുവദിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നല്ലോ MG സോമനോട്. അപ്പോഴൊരു ഹമ്മിങ് ഉണ്ട്. La 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 ഇതേത് പടമാണ്? താളവട്ടം. എല്ലാവർക്കും നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ഇതൊക്കെ അന്ന് ഈ റീമ്യൂസിക് ആ സീനിലൊക്കെ ഈ ഹമ്മിങ്ങിൻ്റെയും ഒക്കെ ബാക്ക്ഗ്രൗണ്ട് വരുമ്പോഴാണ് നമുക്ക് ആ ഫുൾ ഫീല് കിട്ടുന്നത്. അപ്പോൾ ഇനി മുതൽ എൻ്റെ ഒരു റിക്വസ്റ്റ്, നിങ്ങൾ ഇനി ഏത് സിനിമ കണ്ടാലും ആ ഒരു മേഖല കൂടി ഒന്ന് ശ്രദ്ധിച്ച് ആസ്വദിച്ച് കാണുക. ഇതുപോലെ ഒരുപാടുണ്ട്. ഇനി സിനിമ കാണുമ്പോഴൊക്കെ കേട്ടോളൂ, ആ 80s ഒരുവിധം എല്ലാ സിനിമകളിലും എൻ്റെ ഒരു ഹമ്മിങ്സ് എല്ലാ പടത്തിലും ഉണ്ട്. ഒരുവിധം എല്ലാ പടത്തിലും. ഇനി ശ്രദ്ധിച്ചാൽ മതി.